ഈ എട്ടുകാലികളെ എന്തിനാണ് ഈ ആളില്ലാത്ത സ്ഥലത്ത് വല കൂട്ടി വെച്ചത്? എട്ടുകാലി ഇങ്ങനെ ഈ മൂലക്ക് മാറാല കൂട്ടാൻ തുടങ്ങിയതിന് പിന്നിൽ ഒരു കഥ ഉണ്ടായിട്ടുണ്ട്. അതായത് ഇവരുടെ ഈ മുതുമുത്തച്ഛൻ എട്ടുകാലികളൊക്കെ ഉണ്ടല്ലോ, ഇവര് ജീവിതമാർഗം അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് ഇവരുടെ കയ്യിൽ ഒരു വല കിട്ടി. അപ്പൊ ഇവര് വല കിട്ടിയപ്പോ ഇവരെന്ത് വിചാരിച്ച് ഇത് വെച്ച് മീൻ പിടിക്കാനായിരിക്കും, അത് വല മീൻ പിടിക്കാനാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവര് അധ്വാനിച്ച് മീൻ പിടിക്കാൻ പോണെയാണ് ഇവരുടെ വലയം വെച്ചിട്ട്. മത്സ്യബന്ധനോ? എട്ടുകാലികളാ? അതെ, പ്രാണീനെ പിടിക്കാനുള്ള വലയാണത് എന്ന് ഇവര് ചിന്തിക്കണില്ല. ചിന്തിക്കാനുള്ള ബോധം അവർക്കില്ല, പാവപ്പെട്ടവർ. കാരണം ഇവര് വെറുതെ ഇരുന്ന് നമുക്ക് ഒരു സാധനം വേണ്ട എന്ന് വിചാരിക്കണവരായത് കൊണ്ടിട്ടാണ് ആ വല വെച്ച് മീൻ പിടിക്കാൻ പോയത്. പക്ഷെ മീൻ കിട്ടത്തില്ല, അത് വേറെ കാര്യം. എന്നാലും ഇവര് മേലനങ്ങാണ്ട് തിന്നണോന്ന് ഇവര് വിചാരിക്കണില്ല. അത്രക്കും കഠിനാധ്വാനികളായിരുന്നു ഈ മുതുമുത്തച്ഛൻ എട്ടുകാലിമാരൊക്കെ. പക്ഷെ നിന്നെ പോലെ കുറെ ഫ്രീക്കൻ ചെലന്തിമാരുണ്ട്, ഭയങ്കര മടിയന്മാരാണ്. വീട്ടില് വെറുതെ അടയിരുന്ന്, അതായത് ഈ അച്ഛൻ ഇതേപോലെ കഷ്ടപ്പെട്ട് കൊണ്ടുവരണ സാധനങ്ങളൊക്കെ വെറുതെ തിന്ന് ഉറങ്ങി വീട്ടിൽ ഇങ്ങനെ ഇരിക്കണ കുറെ എട്ടുകാലികളല്ലേ? അതെ, എട്ടുകാലികൾ. മിക്ക ആണുങ്ങളുടെ അടുത്തും ഇങ്ങനെ അച്ഛന്മാര് പറയണാണല്ലോ, വെറുതെ വീട്ടിൽ ഇങ്ങനെ അടയിരുന്ന് കഴിഞ്ഞാൽ മൂട്ടില് വേര് മുളക്കും. അപ്പൊ അതേപോലെ ചെലന്തി പിള്ളേരുടെ അടുത്ത് ഇവിടെ അച്ഛനൊക്കെ ഒന്ന് പറയണം, വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ മൂട്ടിൽ നിങ്ങളുടെ വല വരുമോ. പക്ഷെ ഇവരത് മൈൻഡ് ആക്കാണ്ട് ഇങ്ങനെ മൂലക്ക് ഇങ്ങനെ ഇരുന്ന് ഇവര് ഇരിക്കണ സ്ഥലത്തൊക്കെ ഇതേപോലെ അവിടെയൊക്കെ വലയും. അവിടെ ഇതേപോലെ ചെറിയ കുഞ്ഞു പ്രാണികൾ ഈച്ചയൊക്കെ വന്ന് പെടും. അപ്പൊ നമ്മ വെറുതെ ഇരുന്ന് ഇതേപോലെ വല കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഈച്ചകളൊക്കെ വന്നോളും. നമുക്കപ്പം മേലനങ്ങണ്ട ആവശ്യമൊന്നും ഇല്ലല്ലേ എന്നുള്ള ഒരു ഐഡിയ തോന്നും. പിന്നീട് എല്ലാ ചെലന്തികളും ഇതേപോലെ ഏതെങ്കിലുമൊക്കെ മൂലക്ക് ഇങ്ങനെ വല കിട്ടിട്ട് ഇങ്ങനെ റെസ്റ്റ് എടുക്കും. ഈ ആൺചെലന്തിമാര് വലയിൽ ഇതേപോലെ പ്രാണികളൊക്കെ വരുമ്പോ അവര് അതിനെ പിടിച്ച് ചുരുട്ടി കൂട്ടി തിന്ന് ഇവരങ്ങനെ സുഖമായിട്ട് ജീവിക്കണേ. ഈ പുതിയ തലമുറയിലുള്ള ചിലന്തികളാണ് ഇതൊക്കെ കണ്ടുപിടിച്ചത്, അധ്വാനിക്കാണ്ട് എങ്ങനെ ജീവിക്കാം. അപ്പൊ ഇവരുടെ ഈ വലയിൽ പെടുന്ന ഈ ഈച്ചകളും പ്രാണികളുടെ അടുത്തൊക്കെ ഇവര് ചെന്നിട്ട് ഇവരിങ്ങനെ മറിഞ്ഞും തിരിഞ്ഞൊക്കെ നിന്നിട്ട് ഇവരൊരു പാട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ പാട്ട് നിനക്ക് ഞാൻ പാടിത്തരാം. എട്ടുകാലിയല്ല വീടിൻ മൂലക്ക് മാറാല കെട്ടും കാലി, വല നെയ്തെടുത്ത് കുഞ്ഞിപ്രാണിയം പക്കിയം പിടിക്കും കാലി, വലയിൽപ്പെട്ടൊരു കുഞ്ഞിക്കൊതുകിനെ വലയിലിട്ട് തട്ടും, വന്ന് കേറുന്ന പ്രാണിയെ ഒക്കെയും വലയിൽ തീർത്തെടുക്കും, കണ്ടാൽ പേടിക്കും കാലിതൻ മൂട്ടിൽ വന്നു വെള്ളവല, കെട്ടിപ്പൊക്കിയ മാറലയ്ക്കുള്ളിൽ വന്ന് കേറും പ്രാണി. എട്ടുകാലിയല്ല വീടിൻ മൂലയ്ക്ക് മാറാല കെട്ടും കാലി, വല നെയ്തെടുത്ത് കുഞ്ഞിപ്രാണിയം പക്കിയം പിടിക്കും കാലി, വീടിന്റെ മൂലയ്ക്കു 4 ദിക്കിലും കെട്ടിപ്പൊക്കി വല കാലി, കട്ടിന്റെ അടിയിലും പുറകിലും മുട്ടിലും കെട്ടിപ്പൊക്കി വല കാലി. കറക്റ്റായിട്ട് ഈ ലിറിക്സ് ഇങ്ങനെ മാറ്റിയത് നിനക്ക് എങ്ങനെ പറ്റുന്നത്? അറിയത്തില്ല, അത് ഒളിഞ്ഞു കിടന്ന കഴിവെല്ലാം കൂടി പുറത്തോട്ട് വന്നു. വന്നപ്പോ എല്ലാം ഒരുമിച്ചങ്ങ് വന്നത് ആ സംഭവം. പക്ഷേ ഈ ആൺചെലന്തിമാര് കെട്ടിക്കൊണ്ടുവരണ ഈ പെൺചെലന്തിമാരുണ്ടാവില്ല, ഇവർക്കൊക്കെ ഭയങ്കര ഒരു കഷ്ടപ്പാട് അവിടെ സംഭവിക്കുന്നുണ്ട്. അയ്യോ, എന്തൊക്കെ? മൂലക്ക് വല കെട്ടി നിക്കണ ഈ മടിയൻ ചെലന്തിമാരുടെ വീട്ടിലേക്ക്, അതായത് ആ വലയിലേക്ക് കെട്ടിക്കൊണ്ടുവരണ ഈ ചെലന്തി പെണ്ണുങ്ങള് അവിടെ ഭയങ്കര ക്രൂരത അനുഭവിക്കുന്നുണ്ട്. അവരുടെ വിഷമം പോലും ഈ മൈൻഡാക്കാണ്ടാണ് ഈ ആൺചെലന്തിമാര് പെരുമാറുന്നത്. ഞാനൊരു പാട്ടിന്റെ രൂപത്തിൽ അത് പാടിത്തരാം. അതിലൊരു നല്ലൊരു ലോങ് പാട്ടാണ്. അപ്പൊ അതിനകത്ത് ഈ പെൺചെലന്തിമാരുടെ എല്ലാ കഷ്ടപ്പാടും വേദനകളൊക്കെ ഉണ്ടാവും. അപ്പൊ പാട്ട് കേട്ടുകഴിയുമ്പോൾ നിനക്ക് മനസ്സിലാവും എന്താണ് അവരുടെ വിഷമം. സ്പൈഡറേറ്റായി തൂങ്ങി വരുന്നടി മൂട്ടിൽ നിന്ന് വരുന്ന വലയില്, എൻ കൂടെ തൂങ്ങി നടക്കുവാൻ വാ പെണ്ണേ. ഏട്ടായി തൂങ്ങി നടക്കവേ, വല ചീറ്റി പറന്ന് നടക്കവേ, വല പൊട്ടി താഴെ വീണിതാ സ്പൈഡറേട്ടായി. തലകുത്തി വന്നു ഞാനിതാ നിന്മേലെ ചീറ്റി ഞാൻ വല, മേലോട്ട് കൊണ്ടുപോകും നിന്നെ പൊക്കിയെടുത്ത്. സ്പൈഡറേറ്റായി തൂങ്ങി വരുന്നടി മൂട്ടിൽ നിന്ന് വരുന്ന വലയില്, എൻ കൂടെ തൂങ്ങി നടക്കുവാൻ വാ പെണ്ണേ. വലയിൽ വെച്ചു രാത്രി ഞാൻ അടുത്തു വന്ന നിമിഷം, കെട്ടിയ വലയൊന്ന് കുലുങ്ങി ഞാൻ താഴെ വീണ് പോയി. അന്ന് പെയ്ത മഴയിൽ നീ അടുത്തു വന്ന സമയം, അടയാളമായി ഞാൻ തുടങ്ങി സ്വന്തമായി ഇന്നൊരുടെ കേറ്. ദൈവം തന്നതല്ലേ പൊന്നേ, കൈ നീട്ടി വാങ്ങുവാനായി ഇനിയും നമുക്ക് വേണ്ടേ ഒരു കുഞ്ഞു നഴ്സറി സ്കൂൾ. സ്പൈഡറേറ്റായി തൂങ്ങി വരുന്നടി മൂട്ടിൽ നിന്ന് വരുന്ന വലയില്, എൻ കൂടെ തൂങ്ങി നടക്കുവാൻ വാ പെണ്ണേ.
ഒരു രക്ഷയില്ല. പക്ഷെ എന്നാൽ ആ പാവപ്പെട്ടവർക്ക് ഇങ്ങനെ ഒരു അവസ്ഥ. ഒറ്റ പ്രസവത്തിൽ അവിടെ ഉണ്ടാവണം മില്യൺസ് ബേബീസ് ആണ്. ഈ ആൺചെലന്തിമാർക്ക് പെണ്ണുങ്ങളുടെ കഷ്ടപ്പാടൊക്കെ അറിയണം. ഇല്ല, അവർക്ക് വരിക ഇതേപോലെ ഒരു സഞ്ചി സമ്മാനമായിട്ട് കൊടുക്കുക, സഞ്ചി പൊട്ടി ലക്ഷക്കണക്കിന് പിള്ളേരാണ് അവിടെ വരണത്. ചിലന്തി പെണ്ണുങ്ങൾക്കൊക്കെ നീതി വേണം. ഈ ആൺചിലന്തികളൊക്കെ പുറത്തുപോയി പണിയെടുക്കേണ്ടതാണ്, എന്നാൽ അവർക്ക് നീതി കിട്ടുള്ളൂ. ജസ്റ്റിസ് ഫോർ ചിലന്തി പെണ്ണുങ്ങൾ. അതിനുശേഷം ഇതേപോലെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ ഇവരിങ്ങനെ നഴ്സറി സ്കൂളൊക്കെ തുടങ്ങി ഏതെങ്കിലും കട്ടിലിന്റെ അടിയില മൂലക്കൊക്കെ ഇതേപോലെ കുടുംബം കുട്ടികളൊക്കെ ഇട്ട് മാറാലൊക്കെ കെട്ടിയിരിക്കും. ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ മാറാലയും തൂത്തിട്ട് പോകും. അപ്പൊ അവിടെ ഒരു കൂട്ട ആത്മഹത്യ അല്ലെ കൂട്ട ദുരന്തം നടക്കും. ഇതാണ് ചിലന്തിയുടെ കഥ.